ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ യെല്ലോ ബേബിയാണ് ഗൈസ്. ഇത് നമ്മൾ കളിച്ചൊരാശം എസ്കേപ്പ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ഒരാശം കൂടി എസ്കേപ്പ് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായില്ല, ഞാൻ തന്നെ വെറുതെ കളിച്ച് എസ്കേപ്പ് ചെയ്തതാണ്. നമ്മൾ ആക്ട് 1 ആണ്. ഞാൻ എല്ലാം റീസെറ്റ് ചെയ്ത് ആദ്യം മുതലാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ വേറെന്തോ ഉണ്ട്. നമുക്കിനി ഇതാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ക്യാറ്റ് ആയിരിക്കും. ഡേ 1, ഡേ 2, ഡേ 3 നമുക്ക് നോക്കാം എവിടം വരെ കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്ര പാടൊന്നുമില്ല ഗൈസ് ഇത്. Oh, hello. I'd like to book a sitter for my little prince. It's for 3 nights. എന്തോ പറയാനുണ്ട് ഗൈസ് ഇവര്. നമുക്ക് തുറക്കാം. Easy peasy. Here's bottles in the fridge. The address is apartment 10, Euclidean Towers, and the keys under the plant pot. Take care. Thanks. ഗൈസ് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി എല്ലാം അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഇതാണ് ഫൈൻഡ് ദ 10th അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഒരു ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ ഒരു കീ ഉണ്ടാവും, അത് എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതേ ഇരിക്കണം ഗൈസ് യെല്ലോ ബേബി. ഗൈസ് ഇവിടെ നിന്നാണ് നമ്മുടെ തുടങ്ങണത്. നമുക്ക് അങ്ങനെ ആരംഭിക്കാം. നമ്മുടെ നൈറ്റ് 1 ആണെന്ന് തോന്നുന്നു. നൈറ്റ് 1 ഡേ 1 നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ലോഡിങ് ഗൈസ് നമ്മുടെ നൈറ്റ് എന്താ വരാത്തേ? അപ്പോൾ ഗൈസ് നമ്മുടെ നൈറ്റ് 1 ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ബേബിയല്ലോ. ഹായ്. നമുക്ക് ഇവനെടുത്തിട്ട് എറിയാം. നമ്മൾ ഇവനടുത്ത് പറഞ്ഞത് ഫീഡ് ചെയ്ത ബേബിയാണ്. ഇവിടെ ഉണ്ടാവാറ്. നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പിട്ട് ഗൈസ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കെല്ലാം അറിയാം ഗൈസ്, അപ്പോൾ കുഴപ്പമില്ല. ജഡ്ജി ഉണ്ട് ഗൈസ്. സ്നഗ്ഗി നാപ്പി അറിയാം. ഇവനെ ഇവിടെ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ഇത്തിരി കളിച്ചിട്ടുണ്ട്. അപ്പം ഇവനെ ഉറക്കാൻ കൊടുക്കാം. എന്ത് രസത്തിനെടുത്ത് എറിയാൻ. നമുക്കിനി ഇവനെ ഉറക്കാം. ഇതെറിയാം. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക്. എന്നിട്ടിരിക്കാം. ഇവരെന്തോ ഒരു കഥയുണ്ട്. ഈ കഥയൊന്നും ഞാൻ വായിക്കണില്ല. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, നമുക്കതൊന്നും നോക്കണ്ട. ഇതൊക്കെ വായിച്ചിട്ടൊന്നും കിട്ടാൻ പോണില്ല. മൊത്തം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുറങ്ങിയെന്ന് തോന്നുന്നു. ഉറങ്ങി ഇനി നമുക്ക് നേരെ വാതിലടക്കാം, പോയി TV കാണാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ശബ്ദം ഉണ്ടെന്നറിയാം, അത് മാറ്റാൻ എനിക്ക് പറ്റൂല. നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം. അല്ല, TV കാണാം ഗൈസ്. എന്താ ടോസ്റ്റ് ഫുഡാ? ടോസ്റ്റ് 4000 എഴുതിയിട്ടുണ്ട് ഗൈസ്. എന്താ നോക്കാം. അവിടെ ഒരു സ്പൈഡർ ഉണ്ട്, പിന്നെ ഒരു പൂച്ചയുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ക്യാറ്റാണെന്ന് തോന്നുന്നു. അമ്മ ഉറങ്ങി എണീറ്റുമ്പോൾ തന്നെ അവൻ വിളിച്ചിട്ടുണ്ട് സെറ്റിൽ ബേബി. നമുക്ക് അവനെ പോയി സെറ്റിൽ ചെയ്യാം. നമ്മൾ ഗ്രാനിയൊക്കെ കളിക്കുന്നതാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഗ്രാനി ഇടാൻ നോക്കാം. ഇത് അവനോട് അടിയിലുണ്ടാവും. അടിയിലാണ് അവൻ ഉണ്ടാവാറ്. മാക്സിമം നമ്മുടെ വീഡിയോ 15 മിനിറ്റാണ് ഇടാൻ നോക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇരിക്കണം ഗൈസ്. നമുക്ക് നേരെ അവനെ ബെഡിൽ ഇറക്കാം. 15 സെക്കൻഡാണ് വീഡിയോ ഇടാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് 15 സെക്കൻഡ് അല്ല, മിനിറ്റ്. എന്നിട്ട് നമുക്ക് ഇവനെ ഉറക്കാം. ഫുഡ് ദ കറക്റ്റ് പ്ലഷ്. ഇത് ഏതാ? ക്യാറ്റല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ക്യാറ്റ് ഇടാം. ഇത് റാബിറ്റ്, ആട്, പിന്നെ പൂച്ച. ക്യാറ്റായിരിക്കും നല്ലത്. ലീവ് ആൻഡ് ക്ലോസ്.
നൈറ്റ് 1 ആണ് ഗൈസ്. നമുക്ക് ടി വി കാണാം. അപ്പോൾ ടി വി കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇത് ഗൈസ് ഇവിടെ ഒരു പൂച്ച ഇപ്പം ഉണ്ട്. അതെന്താ? എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. പൂച്ച നമുക്ക് എടുത്തു നോക്കാം ഗൈസ്. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ നൈറ്റ് 2 ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നൈറ്റ് 2 ആണ്. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ തരുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നമുക്കിനി അയ്യോ ബോട്ടിൽ കാണില്ല. മറ്റേ പരിപാടി ഇതെനിക്കറിയാം. ഇനി നമുക്ക് ബോട്ടിൽ കണ്ടുപിടിക്കണം. ബോട്ടിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാറുണ്ട് ഗൈസ്. അതേ ഇരിക്കണം ബോട്ടിൽ. ഇനി വാതിൽ തുറക്കുമല്ലോ. അതേ ഇരിക്കണം ഗൈസ്. കുഞ്ഞിക്കുട്ടനെ പ്രാന്താണ് ഗൈസ്. അങ്ങനെ തിരിഞ്ഞ് നോയിക്കൊണ്ടിരിക്കും. ചേഞ്ച് ചെയ്യാൻ പോണേ ഗൈസ്. പിന്നെ നാപ്പി നമുക്കിതിലിട്ട് ഫ്രഷ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? ചെയ്തോ ഗൈസ്. അടക്ക ഫ്രഷ് ചെയ്യുക. ഒന്നും പറ്റിയില്ല. ഒന്നും കൂടി ഇട്ടോ ഗൈസ്. ഗൈസ് പോയവൻ ഇത് വീണ്ടും വന്നു ഗൈസ്. സീയാണ് ഗൈസ്. നമുക്കിനി ഇവനെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഫ്രീ സോൾ ഉണ്ട്, അതെടുക്കാം. ഇതാണ് പൂച്ച. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമ്മുടെ വീഡിയോ എന്തോ കിട്ടി ഗൈസ്. ബിഗ് ഹെഡ് മോഡാണല്ലോ കാണിച്ചു. നമുക്ക് നാപ്പി എടുക്കാം. ഇതേ പോണ് ഗൈസ്. എന്തത്? ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതത് തന്നെയാണ് ഗൈസ്. നമുക്കപ്പോൾ നോക്കാം. ഇവൻ ഇങ്ങോട്ട് പോകും. ഇനി പൊക്കത്തേക്കായിരിക്കും. ഗൈസ് ഇതേ പോണ്. ഇവനെ പിടിക്കാനാണ് ഗൈസ് പാട്. നമുക്ക് ഇവനെ പിടിച്ചിട്ട് അവനെ ഇട്ടുകൊടുക്കണം. എവിടെ അതേനെ ഗൈസ്. ഇതേ പോണ്. നമുക്ക് അവനെ പിടിക്കണം ഗൈസ്. ഗൈസ് അവൻ തലയിടിച്ച് മരിച്ചിട്ടുണ്ട്. നമുക്കിനെ വേഗം പോയി ചേഞ്ച് ചെയ്യാം. ബേബി അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അവൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ടെലിപ്പോർട്ടായി വരും. ഇല്ല ഗൈസ്, ഇവൻ ടെലിപ്പോർട്ടൊന്നും ആയില്ല. പാവം ഗൈസ്. നമുക്കവ പോവാം. ഗൈസ് അവൻ ഇപ്പം ഇങ്ങോട്ടേക്ക് ടെലിപ്പോർട്ടായി. നമുക്കൊക്കെ ഇങ്ങോട്ടേക്ക് പോകാം. എന്തെങ്കിലും പറ്റുമെന്നാവോ ഗൈസ്. പേടിയായിട്ടും വയ്യ. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക്. അതെ ഇത്തവണ മുയലാണ് ഗൈസ്. റാബിറ്റാണ്. നമുക്ക് വായിക്കാം. എന്തൊക്കെയോ പറയാനുണ്ട്. തട്ടിത്തെറിപ്പിച്ചിട്ട് ഗൈസ് അവന് ദേഷ്യം കയറി തോന്നുന്നു ഗൈസ്. നമുക്കിനി നേരെ ആ ബുക്ക് എടുക്കാം. ഇത് കറങ്ങണം. ആ ബുക്ക് കറങ്ങണ്ടായി ഗൈസ്. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. വീണ്ടും തട്ടിക്കളഞ്ഞു ഗൈസ്. ഇവരെന്താണ്? എനിക്കൊന്ന് കറക്റ്റ് ചെയ്തിടണം. ഒന്ന് കറക്റ്റ് ഫ്ലഷ്. നമുക്ക് റാബിറ്റ് ഇട്ടെടുക്കാം. ഇട്ട് ഇനി നമുക്ക് ബുക്ക് വായിക്കാം. ഇവിടെ എല്ലാ സാധനവും നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ ഗൈസ്. നമുക്ക് ബുക്ക് വായിക്കാം. ദ പ്രിൻസ് ദ റാബിറ്റ്. എന്തുകൊണ്ട് ഞാനൊന്നും വായിക്കണില്ല. എനിക്ക് വയ്യ വായിക്കാൻ. അടച്ചു വെക്കാം. നമുക്കിനി ടി വി കാണാം. നമുക്ക് ടി വി കാണാം. ഈ റൂമിലൊക്കെ എന്തോ ഉണ്ടല്ലോ. ഈ റൂമിൽ എന്തോ ഉണ്ട്. എനിക്കറിയാം. മറന്നു. ഇതൊരു കീ ഉണ്ട്. ഈ കീ വെച്ച് തുറക്കാം. നമുക്ക് പോകാം. എന്തോ സീക്രറ്റ് ആണ് ഗൈസ്. ഇത് ആ ക്യാറ്റിനെ എടുക്കണതാണെന്ന് എൻ്റെ അടുത്ത് തോന്നുന്നു. ഒരു ക്യാറ്റ് ഉണ്ട് ഇവിടെ. അതെടുക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് പോകാൻ പറ്റൂല. എന്തോ വേണം എന്ന് പറഞ്ഞ് എന്തായാലും അടിയിലേക്ക് പോവാം. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. നേരത്തേക്കാണെങ്കിൽ
ക്യാറ്റിനെ എടുക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ പറ്റില്ല. നമുക്കിടയ്ക്ക് ടി വി കാണാമെന്നാണ് പറയണത്. ഇതേ ഗൈസ് എന്തുകൊണ്ട് റാബിറ്റിൻ്റെ ആരോ ബെല്ലടിച്ചു ഗൈസ്. നമുക്ക് പുറത്തേക്കൊന്ന് പോയാക്കാം. നിർത്ത്. ഇവിടെ പെട്ടിയുണ്ട് ഗൈസ്. ഇതെന്താ പാട്ട് അത്രേ ഉള്ളൂ. ഇതേ ഗൈസ് ഈ പെട്ടി, ആ ടോസ്റ്റ് നമുക്ക് ടേബിൾ വെക്കാനും പറയണം. അയ്യോ ടേബിൾ വെക്കാം. ഈ സം പീസ് ടു വാച്ച് ടി വി പീസ് ഇപ്പം കിട്ടും. ഇതേ ഗൈസ് ഒരുത്തിൻ്റെ തല പൊട്ടിത്തെറിയണം. ബേബി നെല്ലിൻ്റെ കണ്ണല്ലേ ഇത്. ഗൈസ് നമുക്ക് എന്തൊക്കെയോ പറ്റണ്ട്. നമ്മുടെ നൈറ്റ് 3 ആയി. ഇതാണ് തോന്നുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഇത്. ഗൈസ് നമ്മ നൈറ്റ് 3 ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഞാൻ എക്സിറ്റ് ആയതിൻ്റെ ഒരു തെളിവാണിത്. കണ്ടോ, ഇത് ഞാൻ മൊത്തം എസ്കേപ്പ് ചെയ്തതാണ്. നമുക്ക് വീണ്ടും നൈറ്റ് 3 കളിക്കാം. എന്താവും എന്നൊക്കെ അറിയാം. വാച്ച് ടി വി എന്ന് പറയണത്. സെറ്റിൽ ബേബി, നമുക്ക് പോയി സെറ്റിൽ ചെയ്യാം. ഇടിമിന്നി ഗൈസ് പെട്ടെന്ന്. വേഗം 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 അവൻ കരയും. ലീവ് ആൻഡ് ക്ലോസ് ഡോർ എന്നാണ് ഗൈസ് പറയണത്. ഫൈൻഡ് സംതിങ് ടു ഈറ്റ്. ചീസ് ടോസ്റ്റ്. നമ്മൾ ഇന്നലെ വാങ്ങിച്ച സാധനം അതവിടെ ആദ്യം ഇരിക്കുന്നത്. നമുക്ക് ബ്രെഡ് ഇടാം, ബ്രെഡ് വെക്കാം. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇടാം. നമുക്ക് മഷ്റൂം ഇടാം, മഷ്റൂം. പിന്നെന്തിടും എന്നിട്ട് വേറെന്തോ സാധനം ഇട്ട് തക്കാളി ഇടാം. അപ്പോൾ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് മുട്ടയൊക്കെ ഇടാൻ പറ്റുമോ? പറ്റും. നമുക്ക് ഇടാൻ പറ്റില്ല ഗൈസ്. നമുക്കിനി അടക്കാം. നമുക്കൊരു ബ്രെഡും കൂടി ഇട്ടാലോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടക്കാം. ടോസ്റ്റ് ആവട്ടെ. നമുക്ക് അപ്പോഴേക്കും പറ്റി ഗൈസ്. ഫീഡ് മീനാണ് ഗൈസ് ചെയ്ത് കാണിക്കുന്നത്. ഫീഡ് ദ ബേബി. നമുക്ക് തുറക്കാം ഗൈസ്. നിങ്ങൾ നീണ്ടുപോയി ഗൈസ്. നമുക്ക് എന്തായാലും പോയി എടുക്കാം. പോവാം. എന്ത് പറ്റി ഗൈസ്? നമ്മളിപ്പോൾ എങ്ങോട്ടോ വന്നു ഗൈസ്. ഒരു ഐസിയ സ്ഥലം ഗൈസ്. ആ കൊച്ചിൻ്റെ കാര്യം നമുക്ക് ആയതെടുക്കണം. ഐസാണ് ഗൈസ് ഇവിടെ മൊത്തം. ഞാൻ ഇങ്ങനെ പോകണം. ഇത് വേറെ വഴി വന്നു ഗൈസ്. വേറെ വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഒരുമാതിരി മേസ് പോലെയാണ് ഗൈസ്. വഴിയില്ല ഗൈസ്. എന്ത് പാടാ. വഴി ഗൈസ് കിട്ടി. ഇനി നമുക്ക് പോവാൻ വഴിയാണ് ഗൈസ്. നാളെ വഴിയില്ല ഗൈസ്. നമുക്ക് നാളെ നോക്കാം. നാളൊരു വഴി കാണുന്നുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിൽക്കുക. അത് ചെയ്ത വഴിയെന്ന് മനസ്സിലാവണില്ല. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇത് വീണ്ടും ഇവിടെ തന്നെ നിൽക്കുക. ഇതെന്താണ് അങ്ങനെ സ്കിപ്പ് ചെയ്യും? ഇത് വീണ്ടും ഇവിടെ എത്തി. ഗൈസ് വഴി നിങ്ങൾ ഇവിടെ എത്തി. നമ്മുടെ വീടല്ലേ ഈ കളി? കൊച്ചിനെ കൊണ്ട് വല്ലാത്ത വീടാണ്. ഞങ്ങൾക്ക് ഇതിനടുത്തൊന്നും പോവാം. നാപ്പി മാറ്റണം. നമുക്ക് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കും. നാപ്പി മാറ്റാം. പേടിച്ചു ഗൈസ്. ആ ചെക്കമ്മ പേടിപ്പിക്കാനാണ് ഗൈസ്. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കളിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ ചെക്കനെ പിടിക്കണം. ഈ സാധനങ്ങൾക്ക്
നമുക്ക് പൊക്കത്തേക്ക് പോകണം. ഓ ഗൈസ് സീനായി ഗൈസ്, സീനായി ചിക്കൻ സീനായി. ഒന്നുമില്ല, നമുക്ക് ഈ വഴി നിർത്താം. നമുക്ക് ഓടി ഗൈസ്, പിന്നെയും കഴിച്ചില്ല. നമുക്ക് വേഗം ചെയ്യാം. അതേക്കണം പോയി ഗൈസ്, തെറിച്ച് വീണ് ഗൈസ്. ടേക്ക് 2 ബെഡ്റൂം നമുക്ക് വേണം പോയി ഉറക്കാം. സമാധാനം ഗൈസ്, നമുക്ക് പിന്നെ പോയി ഉറക്കാം. അങ്ങനെ സ്വപ്നത്തിൽ കൊണ്ടുപോയി ഗൈസ്. നമ്മൾ ഇത് പ്രിൻസ് ആൻഡ് ദ ഷീപ്പ്. ഇതെന്താണ് ഗൈസ്? എന്ത് സ്വപ്നത്തിൽ പോയാ അവൻ്റെ? ഹായ് വളടിയ ഇന്നൊന്നും എനിക്ക് പേടിയില്ല. കിടക്കട പ്ലഷിയാ? എന്ത് പ്ലഷി? ഇതല്ല ഷീപ്പ്. ഞങ്ങൾക്ക് റീഡ് ചെയ്യാം. 16 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വേഗം വായിക്കാം. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചത്ത്. ആ ഗൈസ് നമ്മൾ ചത്ത്. അതൊക്കെ നമ്മളിപ്പോൾ പിടിക്കും. ചത്ത് ഗൈസ്, ചത്ത് ചത്ത് നമ്മൾ ചത്ത്. നമ്മൾ ആകാശത്തേക്ക് പോയി ഗൈസ്. നമ്മൾ പിടിച്ചു ഗൈസ്. എന്നാലും സെറ്റ് ഗെയിമാണ് ഗൈസ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഗെയിം കഴിഞ്ഞ? ഇല്ല, കുറച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഡേ 3 വരെ, നൈറ്റ് 3 വരെയും കളിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കിടക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ തരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. അടുത്തത് ഏതാണെന്ന് നോക്കട്ടെ. ലോഡിംഗ് ആണ് ഗൈസ്, വേഗം വാ, എനിക്ക് അടുത്തത് കാണണം. വന്നില്ല. ആക്ട് 2 ആണ് ഗൈസ്, അത് അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ബൈ.